ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പം 5 മണിയായി. എണീറ്റ് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം വാഷ്റൂമിലൊക്കെ പോയി. ബാത്റൂമിലൊക്കെ പോകാനായിട്ട് നിങ്ങൾ ടോർച്ച് കൈ കരുതണം. കാര്യം ഇവിടെ 5 മണി കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യും. അപ്പം ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ലൈറ്റോ ടോർച്ചോ എന്തെങ്കിലും കരുതുക. അതാണ് ഞാൻ ഇന്നലെ ടോർച്ച് എടുത്ത കാര്യം. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ബാത്റൂമിൽ പോയിട്ട് വരിക, ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു, ഇവിടെ നിൽക്കുന്നു. നല്ല തണുപ്പാണ്. പക്ഷേ നല്ല തണുപ്പെന്ന് പറഞ്ഞില്ല, പക്ഷേ ഭയങ്കര കാറ്റാണ്. അത് സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവന്നിട്ട് ഏറ്റവും ബെറ്റർ സ്ലീപ്പ്. അന്ന് നല്ല കട്ടിയോ ജാക്കറ്റോ ഒക്കെ. അപ്പം എന്നിട്ട് വാതിലിൻ്റെ എവിടെയും സൈഡിൽ പോയാണ് കിടക്കുക. വാതിലിന് ഓപ്പോസിറ്റ് ഒരിക്കലും കിടക്കരുത്. എപ്പോഴും ഡോറൊക്കെ ആൾക്കാർ തുറക്കും, നല്ല കാറ്റകത്ത് കയറും. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഇവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകിയിടാം. പക്ഷേ കഴുകിയിടുമ്പോഴത്തേക്കും മാക്സിമം എല്ലാ ക്ലിപ്പോ അല്ലെങ്കിൽ കെട്ടിയിടാൻ ശ്രദ്ധിക്കുക. ഈ കിടന്ന തുണികളെല്ലാം രാത്രി അടിച്ച് താഴെ വീഴും. അത്രയും നല്ല കാറ്റായിരുന്നു. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും ഉണ്ട്, പൂരിയും ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ പൂരി കഴിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഉപ്പുമാവ് വാങ്ങിക്കാമെന്ന് വെച്ചു. ഒരു ഉപ്പുമാവിന് 120 രൂപ. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഉപ്പുമാവും പഞ്ചസാരയും പപ്പടവും. അങ്ങനെ മല കയറാൻ തയ്യാറായിട്ട് എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കണം. എനിക്ക് തോന്നുന്നു നമുക്ക് 7-7:30 മണിയാകുമ്പോഴത്തേക്കും മുകളിലേക്ക് കയറും. നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ചെറിയ ബാഗ് എടുത്തേക്കാം. ബാഗിനകത്ത് വേറെ ഒന്നുമില്ല, വെള്ളം, പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. ഇവിടെ 3 മണിക്കൂർ ഉണ്ടാവും ട്രക്കിങ്. അപ്പോൾ ഇനി ഇപ്പം പോകും. ഇവിടെ നിന്ന് ഗേറ്റ് തുറന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ പോകുന്നു. നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. വെച്ച് കഴിഞ്ഞാൽ അഗസ്ത്യമല കയറാൻ പോകുന്നതും വന്ന വഴി കൂടെ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് വല്ലതും തിരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അങ്ങനെ ബേസ് ക്യാമ്പ് നമ്മൾ വിട്ടിരിക്കുന്നു. ഇനി കണ്ടറിയാം. മല ഇറങ്ങുമ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. അവരുടെ മുഖത്തൊക്കെ ഒരു ചിരിയും കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിക്ക് ഇതുപോലൊരു സ്ട്രീം ഉണ്ടാവും. ഇതാണ് തോന്നുന്നു അവസാനത്തെ സ്ട്രീമെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളം ഒക്കെ നമുക്ക് ബേസ് ക്യാമ്പ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം ഇല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, സ്ഥലം ഓർത്ത് വെച്ചേക്കുക. അവിടെ നിന്ന് അവർ വരപോലെ കാണുന്ന ഒരു ലൈറ്റ് പോകുന്നതാണ്. ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് മൊത്തം ഇതുപോലെയുള്ള പാറകളാണ്. പ്രത്യേകിച്ച് വഴി പോലെയൊന്നുമില്ല. ഉരുളം കല്ലുകളാണ്. കാലൊക്കെ മടങ്ങാതെ സൂക്ഷിച്ച് കാണും. വെയിറ്റ് ചെയ്തോ, കൈ തരാം. പൊങ്കാല പറ ഇതാണോ? ഇല്ല. ഇപ്പം നമ്മളൊരു ഇതൊരു വ്യൂ പോയിന്റ് മാത്രമാണ്. ആ വ്യൂ എന്താണെന്ന് നോക്കാം. അടിപൊളി. ചന്ദ്രൻ തോന്നിക്കുന്നു. നല്ല കാറ്റാണ്. ഇവിടെ നമുക്കിവിടെ ബേസ് ക്യാമ്പ് കാണാൻ പറ്റും. ഇവിടെ അതുകൊണ്ട് നമ്മുടെ ബേസ് ക്യാമ്പ്. ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ മരങ്ങളൊന്നും കാണത്തില്ല. ഇതുപോലുള്ള ബോൺസായി ടൈപ്പ് ചെറിയ ചെറിയ മരങ്ങളാണ് കാണുന്നത് മൊത്തം. അത് എപ്പോഴും കാറ്റടിക്കുന്നതുകൊണ്ടും പിന്നെ പാറപ്പുറത്തായതുകൊണ്ടും ആയിരിക്കും. കണ്ടോ? അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പോൾ വെയിലുള്ള സ്ഥലത്തെത്തി. അവിടെ പാറയുടെ ആൾക്കാർ കയറി പോകുന്നുണ്ടോ? ഞങ്ങളുടെ കയറി പോകണം. അതാണ് പൊങ്കാലപ്പാറ എന്ന് പറഞ്ഞ പാറ നമ്മൾ കയറാൻ പോകുന്നത്. വെയിലടിച്ചു തുടങ്ങി. ഇത്ര നേരം വെയിലായിരുന്നു. ഡോക്ടറെ കണ്ടു നോക്കിയേ. പിന്നെ കിട്ടാതാ. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി കാറ്റാണ്. നല്ല കാറ്റുണ്ട്.
ഇനി കുറച്ച് കർശനം, പക്ഷെ കർശനമൊന്ന് കഠിനമാണ് അല്ലേ? ഇതുവരെയുള്ള പാപങ്ങളെല്ലാം ഇവിടെ കൊണ്ട് തീർന്നു. വിശ്വസിക്കാം. ഇനി പോയിട്ട് പുതിയത് ചെയ്യാല്ലേ? ഇനി കുറച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളും കയറാനായിട്ട് നല്ല ടാസ്ക്കാണ്. ഇതൊരു കരിക്കും കുറച്ചുകൂടി പാടായിട്ടുള്ള വഴി ഇതായിരിക്കും. നല്ല വെയിലുണ്ട്, പേടിയാവും കേട്ടോ. സൂപ്പർ വ്യൂ ആണ് ഇവിടെ. ഇവിടുത്തെ വ്യൂ തന്നെ അടിപൊളി വ്യൂ ആണ്. ആദ്യത്തെ റോപ്പ് നമ്മൾ കയറി പിടിച്ച് പിടിച്ചോണം കയറാൻ. ആ ഒരു മരം ഉണ്ടോ, ഒരു കൈയുടെ ഷേപ്പിലുണ്ടിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ റോപ്പ്. ഇപ്പം രണ്ടാമത്തെ റോപ്പും കയറി മുകളിലെത്തിയിട്ടുണ്ട്. കയറിക്കോ. കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ റോപ്പ് കഴിഞ്ഞു. ഈ റോപ്പ് രണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1, 2, 3, 4, 5 റോപ്പ് അങ്ങോട്ടാ. ഇനിയുണ്ട് റോപ്പ് എടാ. ഇപ്പോൾ ഒരു ചെറിയൊരു കാട്ടിനെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ എല്ലാം മരങ്ങളെല്ലാം വളരെ ചെറുതാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റോപ്പ് അത് കഴിയുമ്പോൾ തീരും. ദ ലാസ്റ്റ് റോപ്പ്. ഈശ്വര, വരൂ. അവസാന റോപ്പ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനൽ റോപ്പും കഴിഞ്ഞു. അതാ ഏറ്റവും ടോപ്പിലെത്താൻ പോകുന്നു. ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ, ആ കാണുന്നത് അത്ര ദൂരം. ഇനി നമുക്ക് അത്രയും കൂടെ കയറാവുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ആയി. Finally reached. ഇതാണ് 2 ദിവസത്തെ കഷ്ടപ്പാട്. ഇത്രയും കാണാൻ. സൂര്യൻ നട്ടുച്ചായി. ഇവിടുത്തെ 12 മണിക്ക് ഇറങ്ങണം. മാക്സിമം ട്രക്കിങ് വരുന്നവരെല്ലാം 12 മണിക്ക് മുന്നേ എത്തുന്ന രീതിക്ക് വരിക, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കിടത്തി വിടത്തില്ല. അങ്ങനെയുണ്ട്. ഞാൻ തന്നെ രാവിലെ ഞങ്ങളൊരു 7-8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ വെച്ചപ്പോൾ തന്നെ 12 മണിയായി. പിന്നെ കുറച്ച് പതിയേക്കാണ് വന്നത്. ഇവിടെയാണ് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയുള്ള കാണിച്ചത്. എൻ്റെ പിറകെ കാണുന്നത് ഇവിടെ ഈ കാണുന്നതാണ് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ. നമ്മുടെ ബേസ് ക്യാമ്പാണ് അവിടെ ആ ദൂരെ കാണുന്നത്. അതുപോലെ ഈ കാണുന്നതാണ് പേപ്പാറ ഡാം. ഇവിടെ ഒരാള് കൂർക്കം വലിക്കുന്ന വെച്ച് തരാം. കേൾക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. കൂർക്കം വലിക്കുന്നത് കൂർക്കം വലിക്കുന്നുണ്ട്. മണി 12:10 ഞങ്ങളൊന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി താഴെ പോകണം. 12 ശേഷം നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 12 ശേഷം വരുന്ന ആരെയും ഇവിടെ ഇങ്ങനെ കടത്തി വിടത്തില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയിലെ ഏറ്റവും ഉപരിച്ച സാധനമാണ് ഈ വടി. ഞാൻ തന്നെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ടെക്കിന്ന്. ഇതില്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതില്ലാത്ത ആൾക്കാർ വരുന്നുള്ളൂ. പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ വലിയ ഈസിയാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും 20 രൂപയേ ഉള്ളൂ.
വാങ്ങുന്ന കാശിന് പുറത്തായിട്ടുള്ള സാധനം എനിക്കൊന്ന് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല റേറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലഞ്ച് ഇപ്പോൾ കൊണ്ടുവന്ന് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ അവർ സ്റ്റീൽ പാത്രം തരും. ആ പാത്രത്തിന് 200 രൂപയാണ്. അത് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ 50 രൂപ റീഫണ്ട് ചെയ്യും. അങ്ങനെയാണ് സംഭവം. പക്ഷേ 150 രൂപ റീഫണ്ട് ചെയ്യും, 50 രൂപ അവരെടുക്കും. അങ്ങനെയാണ്. അപ്പം പാത്രത്തിലുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അതിവിടെ വേസ്റ്റ് കൊണ്ട് ഇടാതിരിക്കാനായിട്ടാണ് അവർ പാത്രത്തിൽ തരുന്ന കാര്യം. ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. നമ്മൾ 2 മണിക്ക് മുന്നേ നമ്മൾ ആ ബേസ് ക്യാമ്പിൽ എത്തുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് അന്നേ നമുക്ക് ഇറങ്ങുന്നവർക്ക് ഇറങ്ങാം. ഞാൻ ഇപ്പോൾ എന്തായാലും ഇറങ്ങുന്നില്ല. കാര്യം വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നിന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം പോകുന്നുള്ള പ്ലാനാണ്. അതുകൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇരുന്ന് പയ്യാണ് തിരിച്ചു പോകുന്നത്. ബാക്കിയുള്ളവർ എൻ്റെ ഇവിടെ നിന്ന് എല്ലാവരും പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മാത്രമാണ് ഈ കാണുന്ന സ്ഥലത്തുള്ളൂ, വേറെ ആരുമില്ല. കൊട്ട വെയിൽ, എല്ലാവരും പോയി. താഴെ പോയി വെള്ളം തീർന്നു. ഇനി താഴെ പൊങ്കാലപ്പാറ എന്ന സ്ഥലമുണ്ട്, അവിടെ കുറച്ച് വെള്ളം കിട്ടും. അങ്ങനെ അതിന് കുറച്ച് വെള്ളം കുടിക്കണം. മസ്റ്റായിട്ടും വെള്ളം നമ്മൾ ക്യാരി ചെയ്യണം മെയിനായിട്ട്. ഒരു കൊച്ചു ബാഗിൽ എൻ്റെ 1 കുപ്പി വെള്ളം ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ വിളിക്കാനോ നെറ്റ്വർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പാലം മുറിച്ച് വരുമ്പോഴത്തേക്കും ഇതാണ്ടേ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് റേഞ്ച് കിട്ടും. അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പുട്ടും കടലായിരുന്നു, 150 രൂപ. പക്ഷെ പുട്ട് വലിയ പുട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു ആ ഒരു എനർജി തന്നെ. പിന്നെ എന്താ പറയണേ, പിന്നെ വെള്ളമൊക്കെ എടുത്തു. ഇനി വെള്ളം കുറച്ച് നേരം മതി. കാര്യം അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് അരുവികളൊക്കെ നമുക്ക് വെള്ളം പിടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു കാട്ടി ഒരു വ്ളോഗർ മതി കേട്ടല്ലോ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് തോന്നുന്നു. രാവിലെ തന്നെ നേരം വെക്കാനുള്ള ഈശ്വര, അടിപൊളി. റെഡി. സ്വപ്നങ്ങളെല്ലാം തകർന്നു. ഒരു ബാത്റൂം അന്വേഷിച്ചുള്ള പോക്കാണല്ലേ? ആദ്യമായിട്ടായിരിക്കും ആണ്. അല്ല, ഇവിടെ വരുന്നവർക്ക് അറിയായിരിക്കും അല്ലേ ആ ബാത്റൂം ഇവിടെ നിന്ന് അന്വേഷിച്ചായിരിക്കും പോകുന്നത്. ആണ് നമ്മുടെ ലാൻഡ്മാർക്ക്. എനിക്കൊരു ട്രക്കിങ്ങിനെത്തി വന്നപ്പോഴത്തേക്കും കിട്ടിയ 3 ആത്മാക്കളാണ്. അല്ല, 1ാമത്തെ ആത്മാവാണ് ഇത്. പേരെന്തായിരുന്നു? അർച്ചന സർവീസ് സാർ. ഇതോ ഇവിടെ നോക്ക്, ആതിര. ഇത് പച്ചാണ്. സംഗീത, ഇത് സംഗീത്. എങ്ങനെയാ നമ്മുടെ യാത്ര എക്സ്പീരിയൻസ്? ഓക്കെ അല്ലേ? ആതിര എങ്ങനെ ഉണ്ടായിരുന്നു? സോറി, അർച്ചന എങ്ങനെ ഉണ്ടായിരുന്നു? അത്രേ ഉള്ളൂ? ഒറ്റ ഉത്തരവാണോ? സംഗീത, എന്റെ എക്സ്പീരിയൻസ് പാൻറ് പോയ കഥ ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി. ആ പറഞ്ഞ ടോയ്ലറ്റ്. നമ്മൾ ഈ വഴിയാണ് പോയത്. നമ്മുടെ ബേസ് ക്യാമ്പ് വണ്ടികളുടെ എവിടെയാണ്. നൈസ്. ഇപ്പോൾ സമയം ഒരു 12:30 കഴിഞ്ഞു. നമ്മൾ 12:45 ഓടെ 12:30 യെസ്, ഒരു 12:45 നമ്മളിപ്പോൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ ഓരോ വളവെത്തുമ്പോഴും വാഷ്റൂം ഇവിടെ എന്നുള്ള എക്സൈറ്റ്മെൻറ്റാണ്. ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഈ ട്രിപ്പിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഗസ്ത്യർകൂടം ട്രക്കിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നത് മാത്രമാണ് വരിക. അഗസ്ത്യർകൂടം നല്ല ട്രക്കിംഗ് ആഗ്രഹിക്കുന്നത് മാത്രം. 2 ദിവസത്തെ നല്ല അത്യാവശ്യം വലിയൊരു ട്രക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്നവർ നല്ല ഫിസിക്കുള്ളവർ മാത്രമേ വരിക. അത്യാവശ്യം വേറെ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാത്തൊരു ടൈമിൽ ഇവിടെ വരിക. നമ്മൾ വെയിറ്റ് ചെയ്ത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മുടെ ക്ഷമയൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ എനിക്ക് അങ്ങനെ തോന്നുന്ന. എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ്.
അപ്പം പകുതിക്ക് കളഞ്ഞിട്ട് പോയാലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇപ്പം നല്ല പെയിനുണ്ട്, കാലുവേദനയും മുട്ടുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു 4 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ അല്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിപ്പോൾ എത്താറായതാണെന്ന് തോന്നുന്നു. ഇനി ഒരുപാട് പേര് നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ വരുന്നവർ സേഫായിട്ട് വരിക. മുകളിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ കുറേ കൊണ്ടുവരും, ഒരു കസേരയിലൊക്കെ വെച്ച് കെട്ടി സ്ട്രെച്ചറിലൊക്കെ കൊണ്ടുവരും. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ലപോലെ നടക്കുന്ന ഒരാൾക്ക് തന്നെ നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അത് കൊണ്ടുവരാനൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. അവിടെ മെഡിസിൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വളരെ സേഫായിട്ടും ആദ്യമൊക്കെ വെള്ളം കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ആൾക്കാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെള്ളത്തിലൊക്കെ ചാടിയൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കാലിൻ്റെ കുഴയൊക്കെ ജസ്റ്റ് ഒന്ന് മടങ്ങിയാൽ മതി, ഒന്ന് ഉളിക്കിയാൽ മതി, നമ്മൾ പെട്ടുപോകും. ഒരിടത്തും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടിപൊളിയാണ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് വരിക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇനിയും വരും, പക്ഷേ എപ്പോഴും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പറയണം. ഓക്കെ, അപ്പോൾ ബേസ് ക്യാമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.